നിങ്ങൾ എപ്പോ വന്നാലും തന്നെ ഞാൻ ഇപ്പോൾ 1-2 ആഴ്ചയായിട്ട് നല്ല എയർലാണ് ഉള്ളത്. അപ്പം പിന്നെ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു പികെ കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ മീറ്റ് പെരീര ഹൗസ് വാമിങ്ങിന് പോവാട്ടോ. ഒട്ടുമിക്ക എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരായിട്ടൊരു 5-6 വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ്. നമ്മൾ മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു സി കേരളത്തിൽ. അതിന്റെ ഗ്രൂമിങ്ങിന് ചെന്നപ്പോൾ തൊട്ടുള്ള പരിചയമായിട്ട് അന്നൊക്കെ ടിക്ടോക്ക് ഒക്കെ ആയിരുന്നു. അതിലൂടെയാണ് ആദ്യമായിട്ട് അവരെ കാണുന്നൊക്കെ തന്നെ. ആദ്യം കാണുമ്പോൾ ജാടയൊക്കെയാണെന്ന് ഞാനും വിചാരിച്ചിരുന്നു. പക്ഷെ ഒട്ടും അല്ല, അവരൊട്ടും ജാടില്ലാത്ത ഭയങ്കര റിയൽ ആയിട്ടുള്ള കപ്പിൾസ് ആണ്. ചുമ്മാ പറയുന്നതല്ല, ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ പാർക്കുട്ടനെ എടുത്തിട്ടുണ്ട്, അല്ലുക്കുട്ടനെ എടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അതിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ലീനമാരെ കയ്യിൽ, സിജമ്മമാരെ കയ്യിൽ കാശുക്കുട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും അല്ലുക്കുട്ടനും നമ്മുടെ സീതമാരെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്ക് മുട്ടുവേദനയൊക്കെ ആയിട്ട് ഇരിക്കുക. അപ്പം ഞങ്ങൾ പോയിട്ട് വരാൻ എന്തായാലും ഒരു രാത്രി 1 മണി 2 മണിയൊക്കെ ആകും. കാരണം കണ്ണൂരാണ് ഈ പരിപാടി. ഞങ്ങൾ 9:30 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം അത്രയും നേരം എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല. അല്ലുവിനെ നോക്കാനായിട്ട് അമ്മ എന്തായാലും പെടേണ്ടി വരും. അപ്പം ഞങ്ങൾ പോണ വഴിക്ക് അയിനൂനെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അഞ്ജുവിനെയും പാറുവിനും എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വാടാനപ്പള്ളി ബീച്ചാട്ടോ, നമ്മുടെ സ്നേഹതീര റൂട്ടിലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഹൈവേയിൽ കയറിയിട്ടുണ്ട്. നമ്മൾ നിർത്തി പോകണോണ്ട് തന്നെ ഒരു 5-6 മണിക്കൂർ വേണ്ടി വരും. ഇത് കണ്ണൂർ പിണറായി ആണ്ടല്ലൂർക്കാവ് അമ്പലമൊക്കെ ഇല്ലേ, അങ്ങനെ തന്നെയല്ല അവിടെയാണ് സംഭവം ഉള്ളത്. അപ്പോൾ പോണ വഴിക്ക് വീണ്ടും വിശന്നപ്പോൾ ചിക്കൻ റോളും പപ്സും കട്ട്ലേറ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ചിക്കൻ റോൾ കഴിച്ചു, പിന്നെ ഒരു കട്ട്ലേറ്റ് കഴിച്ചു. അങ്ങനത്തെ പാറുക്കുട്ടനും നമ്മൾ അല്ലൂസിനും കൂടിയിട്ട് ഫ്രൂട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവരേക്ക് ഇസ്കി കുറച്ച് ഫ്രൂട്ടിയും കഴിച്ചു. അല്ലൂന് കാറിൽ കയറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉറങ്ങണം. അല്ലൂനായാലും അനുവിനായാലും കാശിക്ക് വലിയ കുഴപ്പമില്ല. ഇവർക്ക് കാറിൻ്റെ ഒരു മണം അടിച്ച് തന്നെ അപ്പം തന്നെ ഉറങ്ങണം. അപ്പോൾ അങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടി അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 12 മണി തൊട്ട് 9 മണി വരെയാണ് കേട്ടോ. അപ്പം നമ്മളൊരു ഈവനിങ്ങോട് കൂടിയിട്ട് എത്താം എന്നുള്ളൊരു പരിപാടിയിലാണ്. ഉച്ചയ്ക്ക് എത്തണമെങ്കിൽ നമ്മൾ 10 മണിക്ക് മുന്നായിട്ട് ഇറങ്ങണം. കാരണം നമ്മൾ അവിടെ ചെന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം എന്നുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ മീത്താട്ടിനോട് ചോദിച്ചപ്പോൾ അവിടെ ഒരു കസിൻ്റെ വീടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് അല്ലെങ്കിൽ ഇത്രയും മണിക്കൂർ നമ്മൾ ആ ഡ്രസ്സ് ഇട്ടിരിക്കണം. നമ്മളും ഭയങ്കര ടയേർഡാവും. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇറങ്ങും. പിന്നെ ഞാൻ അല്ലൂന് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു കുത്തിത്തറയ്ക്കുന്ന ഒരു ഡ്രസ്സൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും സെറ്റ് ആവില്ല. ശരി, അതങ്ങനെ പറയല്ലേ. A for apple. B for boy. C for cat. D for dog. Okay, ഇതെന്താ കളറ്? ശരി, ഓറഞ്ച്. അല്ലു ഇത് അപ്പൊ ഇതെന്താ കളർ? വേണ്ട നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അഗാരോയുടെ കാൽസ് റിമൂവർ ആണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ഹാൻഡി ഡിസൈനിലാണ് വരുന്നത്. ഈ കാണുന്നതാണ് ഇതിന്റെ പവർ ബട്ടൺ. തൊട്ട് താഴെയായിട്ട് ചാർജിങ് ഇൻഡിക്കേറ്ററും താഴ്വശത്തായിട്ട് ചാർജിങ് കണക്ടറുമാണ്. ഇത് വരുന്നത് 3 ഇന്റർചേഞ്ചബിൾ ഹെഡ്സോട് കൂടിയിട്ടാണ്. ഫൈൻ ഗ്രൈൻഡിങ് ഹെഡ്, അതുപോലെ കോഴ്സ് ഗ്രൈൻഡിങ് ഹെഡ്, മീഡിയം ഗ്രൈൻഡിങ് ഹെഡ് എന്നിങ്ങനെയാണ് 3. ഒരു USB ചാർജിങ് കേബിളും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ബ്രഷും ഇതിന്റെ കൂടെ ഉണ്ട്. ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലായിട്ട് ഒരു ക്യാരി ബാഗ് ഒരു തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ക്യാരി ചെയ്ത് ഇതുപോലെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഇതിന്റെ ഹെഡ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സൈഡിൽ അമർത്തി പിടിച്ചിട്ട് ഇതുപോലെ ഊരിയിട്ട് അടുത്ത ഹെഡ് വെച്ച് നേരെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ലോക്ക് ആവുന്നതാണ്. പവർ ബട്ടൺ തന്നെ നമുക്ക് 2 വേരിയബിൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലോ സ്പീഡും അതേപോലെ തന്നെ ഹൈ സ്പീഡും നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു LED ലൈറ്റും ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. വൺസ് ഇത് നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 45 മിനിറ്റ് വരെ സിംഗിൾ ചാർജിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിത് ട്രൈ ചെയ്ത് നോക്കണ കീത്തുന്റെ കാലിലാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ചെയ്യാൻ ഒരു ചെറിയ പേടി ഉണ്ടായെങ്കിലും ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നല്ല രീതിക്ക് നമ്മുടെ കൽസൊക്കെ റിമൂവ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ ഉപ്പൂറ്റിനൊക്കെ സൈഡിലൊക്കെ ഭയങ്കര ഹാർഡായിരിക്കുമല്ലോ. ചിലർക്ക് ഹാർഡ്നെസ് അത്ര അധികം ഇല്ലെങ്കിലും അതിനനുസരിച്ച് മാറ്റിയിടാൻ പറ്റുന്ന ഹെഡ്സെറ്റിനൊപ്പം ഉണ്ട്. അപ്പോൾ ഇതേപോലെ മാറ്റിയിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നല്ല വൃത്തിയാവുന്നുണ്ട്. കുറച്ച് ടൈം വെള്ളത്തിൽ വെച്ചിട്ട് കാല് വീണ്ടും തുടച്ചതിന് ശേഷം ഒന്നും കൂടി ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വൃത്തിയാവും. ഫൈനൽ ലുക്കിൽ ശരിക്കും ഈ പ്രൊഡക്റ്റ് ആ പൈസയ്ക്ക് വെറുതെ തന്നെ ഉണ്ടാവും. സംഭവം കിടുവാണ്. അവസാനം ഒരു മോയ്സ്ചറൈസിങ് ക്രീം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രൈനെസ് ഒക്കെ പോയി കിട്ടും കേട്ടോ. പിന്നെ ഈ പ്രൊഡക്റ്റ് ക്ലീൻ ചെയ്യാനായിട്ട് ഹെഡ്സ് ഇതേപോലെ റിമൂവ് ചെയ്തിട്ട് തന്നിരിക്കുന്ന ബ്രഷ് യൂസ് ചെയ്ത് നന്നായിട്ട് വൃത്തിയാക്കാവുന്നതാണ്. അതുമാത്രമല്ല ഇത് IPX7 വാട്ടർ പ്രൂഫ് ആയതിൻ്റെ പേരിൽ നമുക്ക് വെള്ളത്തിൽ നൈസായിട്ട് കഴുകി എടുക്കാനും പറ്റും. അപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ തുടർന്ന് കാണാം.
അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം എന്നോട് നിഖിൽച്ചേട്ടൻ ചോദിക്കുമായിരുന്നു എനിക്ക് എന്താ വേണ്ടത് ഗീത്ത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ചോറും ബീഫും ഇങ്ങോട്ട് വരട്ടിയതും അതെന്തായാലും ഇവിടെ കിട്ടും തോന്നുന്നില്ല. ബിരിയാണി അങ്ങനത്തെ ബീഫ് എന്തായാലും ഉണ്ടാവും, ബീഫ് കറി ആയിട്ടുണ്ടാവും. മറ്റേ ഈ തട്ടുകടയിൽ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ചായക്കടയൊക്കെ പോലുള്ള സെറ്റപ്പില്ല നല്ല വരട്ടിയ ബീഫ്. ഐ മീൻ ഞാൻ ഉദ്ദേശം മനസ്സിലായില്ല നിങ്ങൾക്ക്, അവിടെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ അഞ്ജുനാണെങ്കിൽ ഒരു ഊണ് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ബിരിയാണി പറഞ്ഞിട്ടുണ്ട്, പാറൂനും ഒരു ബിരിയാണി വെച്ചിട്ടുണ്ട്, നിഖിൽച്ചേട്ടനും ഒരു ബിരിയാണി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തിട്ടാ ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിശപ്പ് വന്നിട്ടില്ല, കാരണം കുറച്ച് മുന്നായല്ലോ നമ്മളത് കഴിച്ചിട്ടുള്ളത് ചിക്കൻ റോള് പപ്സൊക്കെ. എന്നാലും ഉച്ചയ്ക്ക് ഫുഡ് നമ്മൾ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കഴിക്കുന്നതാണ്. അങ്ങനത്തെ ബിരിയാണി വന്നിട്ടുണ്ട്. ഇവിടെ നല്ല സെർവിങ് ഒക്കെ ആയിട്ടോ, അതായത് ഇവിടെ ഒരു മാനേജർ ആൾക്ക് നിൽക്കുന്നുണ്ട്, ഒട്ടും റഷില്ലാണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ എന്താ ഒന്നും തലേന്ന് പൊയ്ക്കാൻ മതി, അപ്പോഴേക്ക് നമ്മളടുത്ത് വന്ന് ചോദിക്കും. അതെല്ലായിടത്തും അങ്ങനെയാണെന്ന് അറിയാം. നിങ്ങൾ ചോദിക്കുക എന്താ നിങ്ങൾ അങ്ങനത്തെ ഹോട്ടലിൽ പോയിട്ടില്ലേ. എനിക്ക് അങ്ങനെ പ്രത്യേകത തോന്നിയ ഹോട്ടൽസിനെ കുറിച്ചാണ് ഞാൻ എടുത്തു പറയണേ കേട്ടോ. പിന്നെന്താ, അപ്പോൾ അഞ്ജനുള്ള കറിയും സംഭവങ്ങളും എത്തിയിട്ടുണ്ട്. കറിയൊക്കെ നല്ല കറിയായിരുന്നു, അത്യാവശ്യം നല്ല രുചിയുള്ള കറികളൊക്കെ തന്നെയായിരുന്നു. അതിൽ പായസം ഉണ്ടായിരുന്നു, ബിരിയാണി ആയാലും നൈസായിരുന്നു. അപ്പോൾ ഇത് ഏത് കടയുടെ പേര് എനിക്ക് ഓർമ്മയില്ലല്ലേ, കടനെ കുറിച്ച് പറഞ്ഞിട്ട് എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും കാറിൽ കയറാണ്. കാരണം ഇവിടുന്ന് ഇനി ലാഗായിട്ടുണ്ടെങ്കിൽ അവിടെ എത്താൻ ലാഗാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് സംസാരിച്ച് പിടിച്ചൊക്കെ പിന്നെ തിരിച്ചു വരുമ്പോൾ പാതിരാത്രിയാകും വീട്ടിലെത്തണമെങ്കിൽ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവർക്ക് എന്തുണ്ട്, സ്കൂളുണ്ട്. അപ്പോൾ ഇവരെ പറഞ്ഞയക്കാനായിട്ട് നമ്മൾ എണീക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമുക്ക് സ്കൂളില്ലെങ്കിൽ എപ്പോഴായാലും എത്തിയാൽ മതിയെന്ന് വിചാരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇന്നത്തെ ദിവസം ഇവരെ മിത്തേട്ടനൊക്കെ വീടിൻ്റെ അടുത്തായിട്ട് CM വരുന്ന ദിവസമായിരുന്നു, നമ്മുടെ മുഖ്യമന്ത്രി വരുന്നൊരു ദിവസമായിരുന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഫുള്ള് പോലീസിൻ്റെ സെക്യൂരിറ്റിയും പിന്നെ കുറേ കൊടികളും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു പോലീസുകാരനോട് പോലീസുകാരനോട് വഴി ചോദിച്ചതായിരുന്നു. അപ്പോൾ പറഞ്ഞത് അതിൻ്റെ ഞങ്ങൾ ചോദിച്ചു ഇവിടെ കുറേ പോലീസ് ഒക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ CM വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, CM കണ്ടാലോ എന്ന് ചോദിച്ചു. ഗൈസ് അപ്പം ഞങ്ങളൊരു വരുന്നുണ്ടോ അപ്പൊ മീത്തിന്റെ ഒക്കെ കസിന്റെ വീടല്ലേ അത്? ഓക്കെ, കസിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഫ്രഷ് ആവാൻ വേണ്ടിട്ട്. നേരെ അനിയത്തിയാണ്. അപ്പൊ നീ വാ. അപ്പോൾ എന്നെ അഞ്ജുനെയും പാറുവിനെയും ആദ്യം കയറ്റി ഒരുങ്ങാനായിട്ട് ഇത് മിത്തേട്ടൻ്റെ ഒരു കസിൻ്റെ വീടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂം അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കിട്ടിയത് നന്നായി. ഞങ്ങളെല്ലാവരും ഡ്രസ്സും സംഭവങ്ങളും ഇട്ട് കഴിഞ്ഞ് റെഡി നിൽക്കുകയാണ്. ഇനി വേണം ചേട്ടന്മാരൊക്കെ കയറ്റിയിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു 10-5 മിനിറ്റ് മതി ഒന്ന് ബാത്റൂമിൽ പോകണം, ഫ്രഷ് ആവണം, പിന്നെ ഡ്രസ്സ് ഉണ്ട്. അപ്പോൾ പാറക്കുട്ടൻ്റെ ഈ ഡ്രസ്സ് ന്യൂ ആട്ടോ, സ്റ്റുഡിയോ നിർത്തുകയാണ്. അവൾക്ക് നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു കാണാനായിട്ട്. മേക്കപ്പും സംഭവങ്ങളൊക്കെ സെറ്റ്. അവൾ മേക്കപ്പ് ഞാനാണ് ചെയ്ത് കൊടുത്തത് ഗൈസ്. അതുകൊണ്ട് അവളൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ ഗൈസ്, കണ്ടില്ലേ മുടി. പക്ഷേ അഞ്ചു കെട്ടിക്കൊടുത്തത് കേട്ടോ. ഇവിടുന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ മിത്താടിൻ്റെ വീട്ടിലേക്ക്. ഞങ്ങൾ വരുന്ന വഴി വീട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ പാർക്കിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി 2-3 സ്ഥലത്ത് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, സെക്യൂരിറ്റിക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു, പറമ്പിലേക്ക് കയറ്റിടാനൊക്കെ ആയാലും. പിന്നെ പുറത്ത് വെള്ളം കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ സ്റ്റാളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഭയങ്കര ത്രില്ലഡായിട്ടാ. ഞങ്ങൾ അവിടേക്ക് പാസ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടു. ഞങ്ങൾ മൈൻഡിൽ അതാണ്, അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് കാണാൻ വിചാരിച്ചവരൊക്കെ അവിടെ ഉണ്ടാവും. ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ നിഖിൽ ചേട്ടനെ ചേച്ചിനെ കണ്ടു. ഇവരെയും നമുക്ക് മിസ്റ്റർ മിസ്സിൻ്റെ ഗ്രൂമിങ്ങിന് പോയിട്ട് നേരത്തെ അറിയാം. ഞങ്ങൾ നല്ലൊരു ഫാമിലി, നല്ലൊരു ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ മല്ലു കപ്പിൾസിനൊക്കെ കണ്ടു. പിന്നെ ദേ ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് 2 അടി ഒന്ന് നടക്കണം, അത്രേ ഉള്ളൂ. കാരണം മിത്താൻ്റെ തൊട്ടടുത്തായിട്ട് എന്തായാലും പാർക്ക് ചെയ്ത സ്ഥലം കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ അവിടെ വെൽക്കം ചെയ്യാനായിട്ട് മിത്തും മിരി ഉണ്ടായിരുന്നു. നമ്മളിവിടെ എത്തിയപ്പോൾ നമ്മളെ കൂടെ തന്നെയായിട്ടോ സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ജിഷിൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിഷിൻ ചേട്ടൻ വെൽക്കം ചെയ്യാനാണ് അവരെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ജ്യൂസായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇത് ഏതൊക്കെ ഫ്ലേവറായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഷമ്മാമിൻ്റെ കൂടെ എന്തൊക്കെ മിക്സ് ചെയ്തടിച്ചതും പിന്നെ എന്തൊക്കെയായിരുന്നു കേട്ടോ, ഞാൻ മറന്നു പോയി. കാരണം ഇത്രയും പേരൊക്കെ കണ്ടപ്പോഴും ഞങ്ങൾ അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കായിരുന്നു. അപ്പോൾ നമ്മളെ കൂടെ നീൽ ചാനൽ അനുസരിച്ചും ജസ്റ്റ് കയറി. പിന്നെന്താ ഇപ്പോൾ ഇവിടെ ബാക്കിലായിട്ട് ഉപ്പുമുളകിലായിട്ട് അഞ്ജനൊക്കെ ഇരിക്കുന്നുണ്ട്, ഹസ്ബൻഡും വൈഫൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ വിഷ്ണു സിനി കപ്പിൾസൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കപ്പിൾസ് ഉണ്ട്. ഞാൻ കുറച്ച് പേരൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്, ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ പതിഞ്ഞവരൊക്കെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ ഇവിടെ കയറാനായിട്ട് നമ്മൾ ചെരുപ്പൊക്കെ അവിടെ സ്റ്റാൻഡിൽ വയ്ക്കണം, എന്നാലും അവർ കയറ്റി വിടുള്ളൂ. കാരണം അതെന്തായാലും നന്നായി, പുതിയ വീടൊക്കെ അല്ലേ. പിന്നെ ചെരുപ്പ് അറേഞ്ചൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഓൾറെഡി ഇന്നലെ വന്നതായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എത്തിയതാണ് അവരുടെ ഉള്ളിലൊക്കെ കയറി അവർ സെറ്റായി ഫുഡൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. നൈറ്റ് കുറച്ച് പരിപാടികളും
കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വീട്ടിൽ കയറിയപ്പോൾ തന്നെ സിറ്റൗട്ട് വെച്ച് തന്നെ നമ്മുടെ സംഗീതമല്ല സായുജിൻ്റെ ഫാമിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, 2 ഉണ്ണികളും വന്നിട്ടുണ്ടായിരുന്നു, രേഷ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരോടൊക്കെ അന്വേഷണം പറയാൻ പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി, വീടിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഇവിടെ ചെന്ന് കയറുന്നോട്ട് തന്നെ ഇതിങ്ങനെ കൃഷ്ണൻ്റെ വിഗ്രഹവും ദൈവത്തിൻ്റെ വിഗ്രഹങ്ങൾ അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ റൂമിൻ്റെയും അതായത് ഹാള് കിച്ചൻ്റെ ഒക്കെ ഫ്രണ്ടിലായിട്ട് ഓരോരോ കുട്ടികളെ വെച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചു തരാനും പറഞ്ഞു തരാനും. പിന്നെ നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് എൻ്റർ ചെയ്യാൻ പാടില്ല, ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, കാരണം പിള്ളേർക്കൊക്കെ മിഠായിയൊക്കെ വെച്ച് തേക്കും സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവർ പ്രത്യേകം നമ്മളെ ശ്രദ്ധിച്ചിരുന്നു, ഉണ്ണികളൊക്കെ ആയിട്ട് വരുമ്പോൾ മിഠായി കഴിക്കരുതട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നല്ല കാര്യം, കാരണം അല്ലെങ്കിൽ എല്ലാവരും കൂടിയും കയറി ഉണ്ണികളൊക്കെ ആകുമ്പോൾ പറഞ്ഞ പോലെ മിഠായി തിന്നിട്ടാക്കാൻ കൊണ്ട് വെച്ച് തേക്കും, അങ്ങനെയൊക്കെ നിർത്തിയാലും നന്നായിരുന്നു. പിന്നെ റൂമായാലും എല്ലാ എന്താ പറയുക കുറേ പോർഷൻസ് ഉണ്ട് വീട്ടിൽ. ഞാൻ കുറേ ഒന്നും കവർ ചെയ്തിട്ടില്ല, പുറത്തൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് ഒക്കെ ആയിട്ട് ചെടികളൊക്കെ വെച്ച് ഭയങ്കര റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ മുകളിൽ തന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അത് ഞാൻ ക്യാപ്ചർ ചെയ്യാൻ മറന്നു. രസമായിരുന്നു കാണാനായിട്ട്. ബാൽക്കണിക്ക് വരുന്ന സ്ഥലത്ത് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, വീട് സൂപ്പറായിട്ടുണ്ട്. ഞങ്ങൾ അതാണ് ഡിസ്കസ് ചെയ്ത് നോക്കിയത്. എന്ത് രസമല്ല വീട്, ഓരോരോ കോർണറിൽ ഓരോരോ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മൾക്ക് കുറേ എന്താ പറയുക ഇതുണ്ടാവില്ല, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല, അത് ഈ വീട്ടിൽ കണ്ടാൽ അറിയാം. മീത്തിൻ്റെ ആയാലും മിരീരി ആയാലും ആഗ്രഹങ്ങൾ ഇതാണ് ഗ്ലാസ് ടോപ്പ് ഗ്ലാസ് ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുകളിൽ കയറി തിരിച്ചു വന്നപ്പോഴാണ് അവിടെ ബാർ സെക്ഷൻ കണ്ടത്. ഇതിനെന്താ എനിക്ക് പറയാൻ, ബാർ സെക്ഷൻ എന്നല്ല പറയാം. അപ്പം ഞാൻ അതാണ് മിരീര അനിയത്തി. അപ്പം ഞാൻ മിരീര അനിയത്തിനോട് ചോദിക്കുകയായിരുന്നു, ഇതിൻ്റെ ഉള്ളിൽ വല്ലതുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇല്ല, ഉള്ളിൽ വെച്ചിട്ടില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാൻ അതവിടെയൊക്കെ ചെന്ന് നോക്കി. രസമുണ്ട്, ഓരോ കോർണറിലും ചെയ്തിരിക്കുന്ന ഇന്റീരിയർ ഡിസൈനിങ് ആയാലും എല്ലാം അടിപൊളിയാണ്. വീണ്ടും ഞങ്ങൾ താഴ്ത്തു വന്നു, ഇവരോടൊക്കെ സംസാരിച്ചു, എല്ലാവരുടെ കൂടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പേരുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ്. എനിക്ക് മറന്നുപോയി, സൈഡിൽ അപ്പുറത്തൊക്കെ ആയിട്ട് കുറേ ചേച്ചി പ്രമോദനൊക്കെ കുറേ പേരൊക്കെ രാവിലെ ഉച്ചയ്ക്കായിട്ട് വന്നുപോയി. പിന്നെ ജിഷിൻ്റെ ചേട്ടൻ്റെ കൂടെ ജിഷിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അമ്മണി ഉണ്ടായിരുന്നു. ഞാൻ ഇവളെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്, അവരെ കൂടെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കെയറിങ് ആണ്, മീൻസ് അവർ വീഡിയോസിൽ പറയാറുണ്ട് പനിയൊക്കെ വരുമ്പോഴൊക്കെ നന്നായിട്ട് ഇവൾ കെയർ ചെയ്തിരുന്നു, അടുത്തൊന്നും പോയിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് നമ്മൾ പെറ്റ്സിന് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനിവളെ ശ്രദ്ധിച്ചിരുന്നു. അപ്പോഴേ എനിക്ക് ഇവളൊരു നോട്ടമുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ തക്കത്തിന് പോയിട്ട് തൊട്ടൊക്കെ ചെയ്തു. പിന്നെ ആ ചേട്ടനോട് കുറച്ച് വിശേഷം കുശലൊക്കെ അന്വേഷിച്ചു. അങ്ങനെ ദേ ഫുഡ് എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം എനിക്കും അല്ലൂസിനുള്ള ഫുഡാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പൊറോട്ട ഉണ്ടായിരുന്നു, വെള്ളപ്പം ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ ഇതിൽ ബട്ടർ ചിക്കൻ കുറച്ച് കഴിഞ്ഞ് എത്തുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇത് പെപ്പർ ചിക്കനാണ്, പിന്നെ ചിക്കൻ ഐറ്റംസ് ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചെമ്മീൻ വെച്ചിട്ട് ഫിഷ് മോൾ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ബാർബിക്യൂ ഉണ്ടായിരുന്നു, അത് ചിക്കൻ ടിക്ക എന്നാണ് പറഞ്ഞത് അവർ, പക്ഷേ എനിക്ക് ബാർബിക്യൂ പോലെയാണ് ഫീൽ ചെയ്തത്. 2-1 അതിനോട് ക്ഷമിക്കാം. പിന്നെ എന്താ വെജുകാർക്ക് വേറെ സെക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ സലാഡ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്, ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ സവാളയും മാങ്ങൊക്കെ അരിഞ്ഞും മുളകിട്ട് ഉപ്പിലൊക്കെ ഇട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നൈസ് ഫുഡായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു, അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓരോ സെക്ഷനായിട്ടായിരുന്നു ഫുഡ് വന്നിരുന്നത്. കുറച്ച് പേര് കുറച്ചുകൂടി കഴിഞ്ഞാൽ വേറെ ഫുഡ് വരും. അല്ലാതെ ഇത്രയും വരുന്നവർക്ക് ഫുള്ളും ഇത്രയും അധികം ഒരേ ഫുഡ് തന്നെ വയ്ക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇതിനോട് ബായ് പറയാൻ കയറിയപ്പോൾ ഇവിടുത്തെ അത്തറിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, സ്പ്രേയുടെ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കയറി അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ആ സ്പ്രേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു കുഞ്ഞത്തറിൻ്റെ ഒരു ഇതും നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നു. അപ്പോൾ ഇവിടുത്തെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വയലിൻ സംഭവങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം നമ്മളെന്തായാലും ഇറങ്ങട്ടെ. ഇപ്പോൾ സമയം 7:05 എങ്ങാണ്ടായി. കാരണം ഇനി ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഭയങ്കര ലേറ്റ് ആവും. എന്നിട്ട് പിന്നെ നമ്മളൊന്ന് കണ്ണടച്ച് വരുമ്പോഴേക്കും രാവിലെയാവും, പിള്ളേരൊന്നും പറഞ്ഞയക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ അറിയുന്ന പിള്ളേരൊക്കെ ആയിരുന്നു കേട്ടോ. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. നമ്മൾ അധിക ഫാൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിട്ട് ഊക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ. സോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. അവരടുത്ത് അവരെ കൂടെ ഒക്കെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇവിടെ മീത്തൊക്കെ ഡ്രസ്സ് മാറാൻ പോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഡ്രസ്സ് മാറി വന്നിട്ടുണ്ട്. അവരോടൊപ്പം നമ്മൾ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങാൻ നോക്കട്ടെ. അധികം സംസാരിക്കാൻ പറ്റില്ല. 2 മാസം താമസിക്കാൻ
നമുക്കൊരു 2 ആഴ്ച കഴിഞ്ഞ് തരാം. ഒരു മാസം കഴിഞ്ഞ്. നിങ്ങൾ എപ്പോ വന്നാലും ഈ ടൈമിലായിട്ട് അനുമോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുമോൾ ഇത് ആ റൂമിലുണ്ട്. അനുമോളെ അപ്പോൾ ഇതിന് കുറേ മീഡിയാസും സംഭവങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അവർക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നോക്ക് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതേ ജിഷൻ ചേട്ടനും മിത്തൊക്കെ ആയിട്ട് എന്തൊക്കെയോ സംസാരിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളും മിത്തിനോട് ബായ് പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കട്ടെ. അപ്പോൾ മിത്തും മിഥയ്ക്ക് ആയാലും എപ്പോൾ വേണമെങ്കിലും വരണം, ഇവിടെ എത്തും, എന്തായാലും കയറിയിട്ട് പോകണം. ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്നേഹമായിരുന്നു. അവർ സ്നേഹമാണ് അവർക്ക് എല്ലാവരോടും ഒരേപോലെ ആയിട്ട് അവർ ബിഹേവ് ചെയ്യുന്നത്. ചെറിയ ആൾക്കാരുന്നോ വലിയ ആൾക്കാരുന്നോ ഒന്നുമില്ല. അപ്പം ഞാൻ മൈലാഞ്ചിട്ട് നോക്കരുത്, ഇതൊക്കെ എന്താ പരിപാടി നമുക്കറിയില്ലല്ലോ. നമ്മുടെ വീട്ടിൻ്റെ ഇവിടെ ഒന്നും ഹൗസ് വാമിങ്ങിൽ നിന്നും ചെക്കന്മാർ ഗൃഹനാഥൻ മൈലാഞ്ചിടുന്ന എനിക്കറിയില്ല. നിങ്ങൾ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം നമ്മൾ എല്ലാവരുടെ യാത്ര പറഞ്ഞു. നമ്മൾ പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല, ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾക്ക് ഇറങ്ങാനും തോന്നണില്ല, ഇറങ്ങാനും പറ്റണില്ല. പിന്നെ നാളെ സ്കൂളുള്ളതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പിള്ളേർ സേഫാണ് എല്ലായിടത്തും. അങ്ങനെ ഇപ്പോൾ ഏതാ അനുമോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, ഗൈസ് അനുമോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രണ്ട് വാക്ക് ഞങ്ങളോട് സംസാരിക്കണം. കൈ എന്റെ എയറിലായി പോകല്ലേ? ഓക്കെ, രണ്ട് വാക്ക് ഓ ചെയ്യൂ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇപ്പൊ 1-2 ആഴ്ചയായിട്ട് നല്ല എയറിലാണ് ഉള്ളത്. അപ്പം പിന്നെ ഇവിടെ ഒന്ന് എന്റെ നാടാണ് കണ്ണൂർ, എന്റെ നാട്ടുകാരാണ് എല്ലാവരും ഇവിടെ ഉള്ളത്. അപ്പം ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞത് നമ്മൾ ഇറങ്ങിയിട്ട് കുറേ നേരം കാറിലിരുന്നപ്പോൾ അഞ്ജുന് കാലിലരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ നിർത്തിയിട്ട് അവളൊന്നും നടത്തിപ്പിച്ചു. ഗൈസ് വരുന്ന വഴിയിൽ നമ്മൾ ചെറുതായിട്ടൊരു ചായയും ബീഫ് വരട്ടിയത് അങ്ങോട്ട് കഴിച്ചു. എനിക്ക് സന്തോഷമായി. ഞാൻ രാവിലെ തൊട്ട് വിചാരിക്കുന്നതാണ് വരുമ്പോഴേലും തട്ടുകടയിൽ ബീഫ് വരട്ടി കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോൺ വെജ് ഐറ്റംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും ഇങ്ങനത്തെ അതിൽ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ആയാൽ സൂപ്പറേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. ഇനി എന്തായാലും ലോങ് വീഡിയോസ് ഉറപ്പായിട്ടുണ്ടായിരിക്കും. കുറേ പേര് പറയുന്നുണ്ട് നമ്മുടെ അടുത്ത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന നിങ്ങളുടെ വീഡിയോസ്. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മളോടുള്ള സ്നേഹമാണ്, നമ്മളോടുള്ള ഇൻറ്റിമസിയാണ്. അപ്പോൾ അത്രേ. ബൈ, സീ യു.